ഫംഗ്ഷന്റെ മാക്സിമവും മിനിമവും വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. y ഈക്വൽ ടു 3x² മൈനസ് 5 എന്ന ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാല് സാധാരണയായി എങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക? എക്സിന് ഡിഫറെന്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പൊ കറസ്പോണ്ടിങ് y വാല്യൂ കിട്ടും. അതിൽ ഏതാണോ വലുതെന്ന് വെച്ചാൽ അതാണ് മാക്സിമം വാല്യൂ എന്നാ പറയുക. ഫോർ എക്സാമ്പിൾ എക്സിന് ഇപ്പൊ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂ -3 ആണെന്ന് വിചാരിക്കൂ. അപ്പൊ y വാല്യൂ എന്തെന്ന് കിട്ടും? 3 ഇൻറ്റു -3² മൈനസ് 5 which is equal to 3 ഇൻറ്റു 9 മൈനസ് 5. 3 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 27 മൈനസ് 5 ഈക്വൽ ടു 22. ഇനി എക്സിന് വേറൊരു വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ? എക്സ് ഈക്വൽ ടു 10 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ? അപ്പൊ വൈന്റെ വാല്യൂ നോക്കുക. 3 ഇൻറ്റു 10² മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10ന്റെ സ്ക്വയർ 100 മൈനസ് 5, അതായത് 300 മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 295. അപ്പൊ നോക്ക്, എക്സിന് -3 കൊടുത്തപ്പോ 22 ഉള്ളൂ, എക്സിന് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 295. അപ്പൊ ഇതിൽ ഇങ്ങനെ നോക്കുമ്പോ ഹയസ്റ്റ് നിങ്ങൾക്ക് മാക്സിമം വാല്യൂ 295 ആണെന്ന് കിട്ടാം. പക്ഷെ ആയിരിക്കില്ല. വീണ്ടും എക്സിന് അടുത്ത വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, 0. അപ്പൊ y ഈക്വൽ ടു 3 ഇൻറ്റു 0² മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 0 മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു -5. ദെൻ ഇങ്ങനെ ഡിഫറെന്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും തോറും y വാല്യൂസ് മാറി 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 വരും. അപ്പൊ ഇങ്ങനെ ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കല് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല ഈ ഒരു പ്രോബ്ലത്തിന് മാക്സിമം വാല്യൂ ഏതാണ്, മിനിമം വാല്യൂ ഏതാണെന്ന്. 3 വാല്യൂസ് ഇട്ട് കൊടുത്തു, 3 വാല്യൂ ഡിഫറെന്റ് y വാല്യൂസ് ആണ് വന്നത്. ഇപ്പോഴും ഇതിന്റെ മാക്സിമം ഏതാണ് മിനിമം ഏതാന്ന് പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കേസില് കാൽക്കുലേഷൻ കുറച്ചുകൂടെ ഈസി ആവാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ സെക്കൻഡ് ഡെറിവേറ്റീവിലൂടെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, ഈ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ലാതെ. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക, dy/dx ഈക്വൽ ടു 0 ഈക്വേറ്റ് ചെയ്യുക. ഇപ്പൊ എക്സിന് വാല്യൂ കിട്ടും. അതിനുശേഷം സെക്കൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക. എക്സിന്റെ വാല്യൂ സെക്കൻഡ് ഡെറിവേറ്റീവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ <0 ആണെങ്കിൽ ഫംഗ്ഷൻ മാക്സിമം, <0 ആണെങ്കിൽ ഫംഗ്ഷൻ മിനിമം ആണ്. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ f(x) ഈക്വൽ ടു x³ മൈനസ് 27x പ്ലസ് 3 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറയുന്ന പ്രൊസീജിയർ ഫസ്റ്റ് പറഞ്ഞത് എന്താ? ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നോക്കുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് f'(x) ഈക്വൽ ടു ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോ d/dx ഓഫ് x³ മൈനസ് 27x പ്ലസ് 3 then which is equal to x³ ന്റെ ഡെറിവേറ്റീവ് 3x² ആണ്, n into x raised to n minus 1 മൈനസ് 27x ന്റെ ഡെറിവേറ്റീവ് 27 ആണ്, x ന്റെ ഡെറിവേറ്റീവ് 1 ആണ്, പ്ലസ് 3 ന്റെ ഡെറിവേറ്റീവ് 0 which is equal to 3x² മൈനസ് 27 ആണ്. ഇനി തിയറിയിൽ പറയുന്നത് f'(x) 0 ആണെന്ന് പറഞ്ഞിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ എന്തായി കിട്ടും? f'(x) 0 ആണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ 3x² മൈനസ് 27 ആണ് എന്ത്? 0. 3x² മൈനസ് 27 0 ആണെങ്കിൽ 3x² ഈക്വൽ ടു മൈനസ് 27 ഈക്വൽ ടു ഇങ്ങനെ ഭാഗത്ത് വരുമ്പോ പ്ലസ് 27 ആയി. ഇനി x² ഈക്വൽ ടു 27/3 ആണ്. 27 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആൻസർ 9 ആണ് കിട്ടും. അതായത് x² ഈക്വൽ ടു 9 ആണെങ്കിൽ x ഈക്വൽ ടു എന്താണ്? √9 ആണ്.
എക്സിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 9ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്തെന്ന് കിട്ടും? ഒന്നുകിൽ +3 ആവും അല്ലെങ്കിൽ -3 ആവും. അപ്പൊ ഇതാണ് ഫസ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് =0 ആണ് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ എക്സിന് വാല്യൂസ് കിട്ടും. ആ വാല്യൂസ് അവിടെ കീപ്പ് ചെയ്തു. ഇനി ചെയ്യാനുള്ള സ്റ്റെപ്പ് സെക്കൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യലാണ്. അപ്പൊ f'(x) സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യണത്. f'(x) d/dx of 3x² minus 27. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ അഗൈൻ ഡെറിവേറ്റീവ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 3 കോൺസ്റ്റന്റ് x² ഡെറിവേറ്റീവ് എന്ത് വരും? 2 × x⁻² - 1 ആണ്. -27ന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. വിച്ച് ഈസ് ഈക്വൽ ടു 3 × 2 എന്ത് കിട്ടും? 6. x⁻² - 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ആണ്. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് 6x ആണെന്ന് കിട്ടി. ഇനി ചെയ്യാനുള്ളത് എക്സിന്റെ വാല്യൂ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? എക്സിന്റെ വാല്യൂ ഒന്ന് +3 ആണ്, അടുത്തത് -3 ആണ്. അത് ഈ രണ്ട് വാല്യൂസും f'(x) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് f'(3) ആദ്യം +3 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് കിട്ടും നോക്ക്? 6 × 3 ആണ്. ആദ്യം +3. അപ്പൊ എക്സിന്റെ പ്ലേസിൽ 3 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാ കിട്ടുന്നത്? 18. അതായത് 0-നേക്കാളും ഗ്രേറ്റർ ദാൻ 0. f'(x) ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ? ഫംഗ്ഷൻ അറ്റ് x=3 എന്നുള്ള പോയിന്റില് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. f'(x)ന്റെ വാല്യൂ 0-നേക്കാളും വലുതാണെങ്കിൽ ഫംഗ്ഷൻ മിനിമം ആയിരിക്കും. ഇനി അടുത്തത് എന്താ? എക്സിന്റെ അടുത്ത വാല്യൂ -3 ആണ്. അപ്പൊ f'(3) x ഉള്ളിടത്ത് -3 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. അപ്പൊ കിട്ടുന്ന ആൻസർ 6 × -3 ആണ്. 6 × -3 എന്ത് കിട്ടും? -18 കിട്ടും. ഇത് 0-നേക്കാളും ചെറുതാണ്. 0-നേക്കാളും ചെറുതാണെങ്കിൽ ഫംഗ്ഷൻ അറ്റ് x=-3 മാക്സിമം ആയിരിക്കും. ഇതാണ് തിയറിയിൽ പറയുന്നത്. ഇപ്പൊ നോക്ക്, f'(x) 0-നേക്കാളും വലുതാണെങ്കിൽ ഫംഗ്ഷൻ മിനിമം ആയിരിക്കും പറഞ്ഞു. അപ്പൊ എത്രത്തോളം മിനിമം ആണ് എന്നുള്ളതും കൂടെ ഇനി ചെക്ക് ചെയ്യണം. ഏതാണ് മിനിമം കിട്ടുന്ന വാല്യൂ എന്ന്. അതുപോലെ f'(-3) ഇട്ട് കൊടുത്തപ്പോൾ ഫംഗ്ഷൻ നമുക്ക് മാക്സിമം കിട്ടുന്നു പറഞ്ഞു. എത്രത്തോളം മാക്സിമം ആണെന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? തന്നിരിക്കുന്ന ഫംഗ്ഷനില് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് എക്സിന്റെ വാല്യൂ -3 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇനി അടുത്ത പ്രൊസീജിയർ അതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ f'(3) ഇട്ടപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആയി. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു x=3 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ മിനിമം ആണ് പറഞ്ഞു. എത്രത്തോളം മിനിമം ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ 3ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പൊ ദ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഈസ് അറ്റ് x=3 f(3) തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സിന് പകരം 3 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 3³ - 27 × 3 + 3 വിച്ച് ഈസ് ഈക്വൽ ടു 3³ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 27 - 81 + 3 വിച്ച് ഈസ് ഈക്വൽ ടു നോക്ക 27ന്റെ സിമ്പലും പോസിറ്റീവ് ആണ്, 3ന്റെ സിമ്പലും പോസിറ്റീവ് ആണ്. പോസിറ്റീവുകൾ രണ്ടും കൂടെ കൂട്ടിയപ്പോ 30 - 81. ഇനി ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണ്.
വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക, വലിയ നമ്പറിൽ ചിഹ്നം ഇടുമ്പോ -51 ആണെന്ന് ആൻസർ കിട്ടും. അപ്പൊ ഈ ഫംഗ്ഷനിൽ നിങ്ങൾ ഡിഫറെന്റ് വാല്യൂസുകൾ ഇട്ട് കൊടുത്തു നോക്കിക്കോളൂ. മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -51 ആയിരിക്കും കിട്ടുക. അതേസമയം ദ മാക്സിമം വാല്യൂ, ഇനി എക്സിന് പകരം എന്തിട്ട് കൊടുക്കാം? -3. അപ്പൊ മാക്സിമം വാല്യൂ of the function at x equal to -3. എക്സിന്റെ വാല്യൂ -3 ആവുമ്പോ ഫംഗ്ഷൻ f of -3 equal to -3 cube -27 into എക്സിന്റെ വാല്യൂ -3 plus 3. അപ്പൊ ഇതിൽ നോക്ക, -3ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താ ആൻസർ കിട്ടും? -3 into -3 +9, +9 into 3. അപ്പൊ എന്ത് കിട്ടും? ഇൻറ്റു -3 -27. -27 into -3 +81 plus 3. ഇനി നോക്ക, അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടേണ്ടത് അറിയോ? 57 ആണെന്ന് ആൻസർ കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്യണ, തന്നിരിക്കുന്ന ഫംഗ്ഷനില് +3 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -51, അതായത് മിനിമം വാല്യൂ കിട്ടുന്നത്. +3 ഇട്ട് കൊടുക്കുമ്പോൾ മിനിമം വാല്യൂ ആയി കിട്ടും. ഇനി തന്നിരിക്കുന്ന ഫംഗ്ഷനില് -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാല് +57 ആണ്. അപ്പൊ ഇതേ മെത്തേഡില് ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, f of x equal to 2x cube -3x -5. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണു. f dash of x equal to 2 കോൺസ്റ്റന്റ്, x ക്യൂബിന്റെ ഡെറിവേറ്റീവ് n into x raised to n minus 1 minus 3 കോൺസ്റ്റന്റ്, x ന്റെ ഡെറിവേറ്റീവ് 1 minus 5 കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0, which is equal to 3 into 2 6 x square minus 3 ആണ്. ഇനി പറയുന്നത് f dash of x equal to 0 ആണെന്ന് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 6x square minus 3 equal to 0 ആണെന്ന് കിട്ടും. അതായത് 6x square equal to അപ്പൊ എന്തായി മാറും? 3 ആവും. x square equal to 3/6 ആണ്. 3/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? ഹാഫ് ആണ്. ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 എന്ന് എഴുതി കൂടെ. ഇനി എക്സ് സ്ക്വയർ എന്ന് വെച്ചാല് 0.5 ആണെങ്കിൽ x ഈക്വൽ ടു √0.5 ആണ്. ഇനി 0.5ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പോസിറ്റീവ് ഓർ നെഗറ്റീവ് 0.707 എക്സെട്ര. അപ്പൊ ഇവിടെ ഞാൻ തൽക്കാലം എഴുതിയിടണം കേട്ടോ. ഇനി നമ്മുടെ തിയറിയിൽ പറയുന്നത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. അതായത് d/dx ഓഫ് 6x square minus 3 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 6 കോൺസ്റ്റന്റ്. എക്സ് സ്ക്വയറുടെ ഡെറിവേറ്റീവ് എന്ത് വരും? എക്സ് സ്ക്വയറുടെ ഡെറിവേറ്റീവ് എടുത്താൽ n into x raised to n minus 1 minus 3ന്റെ ഡെറിവേറ്റീവ് 0. അതായത് 6 into 2 എന്ന് ചെയ്യുമ്പോൾ എന്തെന്ന് കിട്ടും നമുക്ക്? 12 x raised to 1. ഇതാണ് എന്ത് നമ്മളുടെ സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇനി പറയുന്നത് എന്താ? എക്സിന്റെ വാല്യൂസ്, എക്സിന് കിട്ടിയ വാല്യൂസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നോക്ക്, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സില് ആദ്യത്തെ വാല്യൂ 0.707 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 12 ഇൻറ്റു എക്സിന്റെ വാല്യൂ എന്താ? 0.707 ആണ്. അപ്പൊ നോക്ക്, ഇതും പോസിറ്റീവ് ആണ്, 0.707 പോസിറ്റീവ് ആണ്. അപ്പൊ ഇപ്പൊ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 8.484 ആണ് കിട്ടുന്നത്.
അപ്പൊ കിട്ടിയ ആൻസർ 0-നേക്കാളും വലുതാണ്. അതുകൊണ്ട് ഫംഗ്ഷൻ എന്താണ്? മിനിമം ആയിരിക്കും അറ്റ് എക്സ് ഈക്വൽ ടു 0.707 എന്നുള്ള പോയിന്റില്. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സില് ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? -0.707 അടുത്ത വാല്യൂ, എക്സിന്റെ അടുത്ത വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 12 ഇൻറ്റു -0.707 മൾട്ടിപ്ലൈ ചെയ്യണു. അപ്പൊ നോക്ക്, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വരുമ്പോ ആൻസർ എന്തിൽ വരും? -8.484 ആണ് ആൻസർ. ഇതെന്താ? 0-നേക്കാളും ചെറുതാണ്. 0-നേക്കാളും ചെറുതാണെങ്കിൽ ഫംഗ്ഷൻ മാക്സിമം ആയിരിക്കും അറ്റ് എക്സ് ഈക്വൽ ടു 0.707 എന്നുള്ള പോയിന്റില്. ഇനി ഇതുകൊണ്ട് അവസാനിച്ചില്ല, എന്തുകൂടെ ചെയ്യണം? ഈ പോയിന്റ് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ കിട്ടുന്നത് നോക്കണം. അതാണ് നമ്മുടെ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും. എക്സ് ഈക്വൽ ടു 0.707 എന്നുള്ള പോയിന്റില് ഫംഗ്ഷൻ മിനിമം ആയിരിക്കും. എത്രത്തോളം മിനിമം ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ദ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 0.707 ഈസ്, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനില് 0.707 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 2 ഇൻറ്റു 0.707 ക്യൂബ് മൈനസ് 3 ഇൻറ്റു 0.707 മൈനസ് 5. എന്നിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് എത്ര ആൻസർ കിട്ടേണ്ടതെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. അതുപോലെ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 2 ഇൻറ്റു -0.707 ദ ഹോൾ ക്യൂബ്, എക്സിന് പകരം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. എന്നിട്ട് മാക്സിമം വാല്യൂ എത്രയാണ്, മിനിമം വാല്യൂ എത്രയാ കിട്ടണത് എന്നുള്ളത് എഴുതുക. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി. If you like the video, please subscribe and press the bell icon.